നമ്മുടെ അടുക്കളയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ചേരുവയാണ് കുടംപുളി. ഭക്ഷണത്തിന് പുളിരസം നൽകുന്നതിനൊപ്പം ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്ന ഒരു പ്രകൃതിദത്ത ഭക്ഷ്യവസ്തുവാണിത്. പ്രത്യേകിച്ച് കേരളത്തിലെ മത്സ്യക്കറികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായ കുടംപുളി ശരീരഭാരം നിയന്ത്രിക്കുന്നതിലും ദഹനം മെച്ചപ്പെടുത്തുന്നതിലും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിലും സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ന് കുടംപുളിയുടെ പോഷക ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ, ഉപയോഗ രീതികൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി അറിയാം. കേരളത്തിലെ പരമ്പരാഗത പാചകത്തിലും ആയുർവേദത്തിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഔഷധ ഗുണമുള്ള ഒരു ഫലമാണ് കുടംപുളി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗാർസീനിയ കമ്പോജിയ എന്നാണ്. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതിലൂടെയും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഇത് ഏറെ ശ്രദ്ധേയമാണ്. കുടംപുളിയുടെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. കുടംപുളിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് അഥവാ HCA എന്ന ഫൈറ്റോ കെമിക്കൽ അന്നജം കൊഴുപ്പായി മാറുന്നത് തടയുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ സഹായിക്കുന്നു. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. ആമാശയത്തിലെ ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുകയും ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. അതുപോലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു. ചീത്ത കൊളസ്ട്രോളായ അഥവാ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ അഥവാ HDL നിലനിർത്താനും ഇത് സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇത് നിയന്ത്രിക്കുന്നു. ഇൻസുലിൻ പ്രതിരോധം കുറച്ച് പ്രമേഹം നിയന്ത്രിക്കാൻ കുടംപുളിക്ക് പ്രത്യേക കഴിവുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും ഇവയ്ക്കുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും അഥവാ ഡീടോക്സിഫിക്കേഷൻ നടത്താനും അണുബാധകളെ ചെറുക്കാനും ഇവ സഹായിക്കുന്നു. കുടംപുളിയുടെ ഔഷധ ഉപയോഗങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. കുടംപുളി എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്? കുടംപുളി കഴുകി കുതിർക്കുക. കുടംപുളി കറികളിൽ ഇടുന്നതിന് മുൻപ് നന്നായി കഴുകി അല്പം ചൂടുവെള്ളത്തിൽ 10-15 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക. ഈ വെള്ളത്തോടൊപ്പം വേണം കറിയിൽ ചേർക്കാൻ. രുചി കൂടാൻ കുടംപുളിയിട്ട മീൻ കറികൾ മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വെച്ച ഉടനെ കഴിക്കുന്നതിനേക്കാൾ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ രുചി ലഭിക്കുന്നത്. കുടംപുളി കൊണ്ടുള്ള പ്രധാന വിഭവങ്ങൾ മീൻ കറി, കൊഞ്ചുകറി, കുടംപുളിയിട്ട നാടൻ ഒഴിച്ചുകറി തുടങ്ങിയ വിഭവങ്ങളാണ്. എപ്രകാരം ദീർഘനാൾ കേടുകൂടാതെ കുടംപുളിയെ സൂക്ഷിക്കാൻ സാധിക്കും? കുടംപുളി വർഷങ്ങളോളം കേടുകൂടാതെയും കറുപ്പ് നിറം നഷ്ടപ്പെടാതെയും സൂക്ഷിക്കാൻ ചില പരമ്പരാഗത നാടൻ വഴികളുണ്ട്. പൂപ്പൽ വരാതെയും സോഫ്റ്റായി ഇരിക്കാനും താഴെ പറയുന്ന രീതികൾ പരീക്ഷിക്കാവുന്നതാണ്. ഒന്നാമതായി മൺഭരണി അല്ലെങ്കിൽ ഗ്ലാസ് ജാറുകൾ ഇതിനായി ഉപയോഗിക്കേണ്ടതാണ്. കുടംപുളി സൂക്ഷിക്കാൻ ഏറ്റവും ഉത്തമം മൺഭരണികളോ അല്ലെങ്കിൽ ഭരണി രൂപത്തിലുള്ള ഗ്ലാസ് ജാറുകളോ ആണ്. പ്ലാസ്റ്റിക് ഡബ്ബകൾ പൂർണ്ണമായും ഒഴിവാക്കുക. പുളിയിലെ ആസിഡ് പ്ലാസ്റ്റിക്കുമായി പ്രതിപ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി ഇവയിൽ കല്ലുപ്പും വെളിച്ചെണ്ണയും ചേർക്കുക. ഇത് ഏറ്റവും മികച്ച നാടൻ വഴിയാണ്. നന്നായി ഉണങ്ങിയ കുടംപുളിയിൽ അല്പം ശുദ്ധമായ വെളിച്ചെണ്ണയും കല്ലുപ്പും ചേർത്ത് നന്നായി തിരുമുക. ഭരണിയുടെ അടിയിൽ അല്പം കല്ലുപ്പ് വിതറിയ ശേഷം പുളി അടുക്കുകളായി വയ്ക്കുക. ഓരോ അടുക്കിന് മുകളിലും വീണ്ടും കല്ലുപ്പ് വിതറണം. ഇത് പുളി പൂത്തുപോകാതിരിക്കാനും അഥവാ പൂപ്പൽ പിടിക്കാതിരിക്കാനും വർഷങ്ങളോളം സോഫ്റ്റായിരിക്കാനും സഹായിക്കും. മൂന്നാമതായി ഈർപ്പം തട്ടാതെ സൂക്ഷിക്കുക. പുളി എടുക്കാൻ എപ്പോഴും ഉണങ്ങിയ സ്പൂൺ മാത്രം ഉപയോഗിക്കുക. കയ്യിലെ ജലാംശം ഭരണിക്കുള്ളിലായാൽ പുളി വേഗത്തിൽ കേടാകും. വായു കടക്കാത്ത രീതിയിൽ ഒരു എയർ ടൈറ്റ് ഭരണിയുടെ വായുഭാഗം ഒരു വൃത്തിയുള്ള തുണിയോ പ്ലാസ്റ്റിക് കവറോ ഉപയോഗിച്ച് കെട്ടി അടച്ച് സൂക്ഷിക്കുക. നാലാമതായി പുക കൊള്ളിക്കുക. പഴയ കാലത്ത് കുടംപുളി അടുക്കളയിലെ പുകയറുകളിൽ അഥവാ അടുപ്പിന് മുകളിൽ കെട്ടിത്തൂക്കിയാണ് സൂക്ഷിച്ചിരുന്നത്.
വീടുകളിൽ പുക തട്ടിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഇടയ്ക്കിടെ നേരിയ പുക കൊള്ളിക്കുന്നത് കീടങ്ങളെയും പൂപ്പലിനെയും അകറ്റി നിർത്തും. അഞ്ചാമതായി, കുടംപുളി പേസ്റ്റാക്കി സൂക്ഷിക്കാം. നിത്യേന ഉപയോഗിക്കാൻ എളുപ്പത്തിന് കുടംപുളി നന്നായി കഴുകി കുതിർത്ത് മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഒരു ഗ്ലാസ് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് 6 മാസം വരെ കേടുകൂടാതിരിക്കും. കറികളിൽ നേരിട്ട് ആവശ്യത്തിന് സ്പൂൺ ഉപയോഗിച്ച് ചേർക്കാവുന്നതാണ്. കുടംപുളി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും എന്നത് ശാസ്ത്രീയമായും പരമ്പരാഗതമായും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡാണ് കൊഴുപ്പില്ലാതാക്കാനും വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നത്. തടി കുറയ്ക്കാനായി കുടംപുളി വീടുകളിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. ഒന്നാമതായി, കുടംപുളി വെള്ളം. ഇതാണ് തടി കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ളതും ഫലപ്രദവുമായ മാർഗം. ഇപ്രകാരമാണ് തയ്യാറാക്കുന്നത്. 2-3 അല്ലി കുടംപുളി നന്നായി കഴുകി വൃത്തിയാക്കി 1 കപ്പ് വെള്ളത്തിൽ 15 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക. ശേഷം 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. വെള്ളം പകുതിയാകുമ്പോൾ അടുപ്പിൽ നിന്നും മാറ്റി ചെറു ചൂടോടെ മാറ്റിവെക്കാം. കുടിക്കേണ്ട സമയം: ഈ വെള്ളം ദിവസം രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് 30 മിനിറ്റിന് മുൻപ് കുടിക്കുക. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒന്നാമതായി, കൊഴുപ്പ് തടയുന്നു. നമ്മൾ കഴിക്കുന്ന അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്സ് ശരീരത്തിൽ കൊഴുപ്പായി മാറുന്നത് ഇത് തടയുന്നു. അടുത്തായി, വിശപ്പ് കുറയ്ക്കുന്നു. തലച്ചോറിലെ സെറിട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് അനാവശ്യമായ വിശപ്പും അമിത ഭക്ഷണവും ഒഴിവാക്കുന്നു. കുടവയർ കുറയ്ക്കുന്നു. അടിവയറ്റിൽ അടിഞ്ഞുകൂടുന്ന കട്ടിയുള്ള കൊഴുപ്പിനെ അഥവാ വിസറൽ ഫാറ്റിനെ വേഗത്തിൽ ദഹിപ്പിച്ച് കളയാൻ ഇത് സഹായിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പട്ടിണി കിടക്കരുത്. കുടംപുളി വെള്ളം കുടിക്കുന്നത് കൊണ്ട് മാത്രം തടി കുറയില്ല. ഒപ്പം എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കുകയും ലഘുവായ വ്യായാമം ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അളവ് കൂടുകയും അരുത്. അമിതമായി കുടംപുളി ഉപയോഗിച്ചാൽ അസിഡിറ്റി, വയറിളക്കം, തലകറക്കം എന്നിവ ഉണ്ടാകാം. പ്രത്യേക ശ്രദ്ധയ്ക്ക്: ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, പ്രമേഹത്തിനും കൊളസ്ട്രോളിനും മരുന്ന് കഴിക്കുന്നവർ എന്നിവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് സ്ഥിരമായി കുടിക്കാൻ പാടുള്ളൂ. അടുത്തതായി, കുടംപുളി ലേഹ്യം എന്താണെന്ന് നോക്കാം. കുടംപുളി ലേഹ്യം എന്നത് അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ചൊരു പരമ്പരാഗത ആയുർവേദ ഔഷധക്കൂട്ടാണ്. കുടംപുളിക്ക് പുറമെ നെല്ലിക്ക, ഇഞ്ചി, വെളുത്തുള്ളി, അയമോദകം തുടങ്ങിയ ഒട്ടനവധി പ്രകൃതിദത്ത ചേരുവകൾ ചേർത്താണ് ഈ ലേഹ്യം തയ്യാറാക്കുന്നത്. കുടംപുളി ലേഹ്യത്തിൻ്റെ പ്രധാന ഗുണങ്ങളും ഉപയോഗിക്കേണ്ട രീതിയും നമുക്ക് നോക്കാം. പ്രധാന ഗുണങ്ങൾ: കുടവയറും തടിയും കുറയ്ക്കുന്നു. പ്രസവാനന്തരം സ്ത്രീകളിൽ ഉണ്ടാകുന്ന വയറും കൊഴുപ്പും കുറയ്ക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. ശരീരത്തിലെ കൊഴുപ്പ് ഉരുകി പോകാൻ ഇത് സഹായിക്കുന്നു. മാത്രമല്ല, വിശപ്പ് നിയന്ത്രിക്കുന്നു. ജങ്ക് ഫുഡുകളോടും മധുരത്തോടുമുള്ള അമിതമായ ആസക്തി കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾ മാറ്റുന്നു. കുടവയർ കുറയ്ക്കുന്നതിനൊപ്പം ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും ഗ്യാസ്, വയറെരിച്ചിൽ, മലബന്ധം എന്നിവ ഇല്ലാതാക്കാനും ഇത് ഉത്തമമാണ്. കൊളസ്ട്രോൾ നിയന്ത്രണം: ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ കുടംപുളി ലേഹ്യത്തിലെ ഘടകങ്ങൾ സഹായിക്കുന്നു. ഉപയോഗിക്കേണ്ട രീതി: ഹൗ ടു കൺസ്യൂം. അളവ്: സാധാരണയായി 1 ടീസ്പൂൺ ഏകദേശം 10 ഗ്രാം ലേഹ്യമാണ് കഴിക്കേണ്ടത്. ദിവസവും 2 നേരം, രാവിലെയും വൈകുന്നേരങ്ങളിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ്. ആവശ്യമായ കാലാവധി: മികച്ച ഫലം ലഭിക്കുന്നതിനായി കുറഞ്ഞത് 2 മുതൽ 3 മാസം വരെ സ്ഥിരമായി ഉപയോഗിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ലേഹ്യം കഴിക്കുന്നതിനൊപ്പം എണ്ണമയമുള്ളതും മധുരമുള്ളതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് ഫലം വേഗത്തിലാക്കും. പ്രമേഹ രോഗികൾ ലേഹ്യം വാങ്ങുമ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന മധുരത്തിൻ്റെ അഥവാ ശർക്കരയോ പഞ്ചസാരയോ ഇവയുടെ അളവ് ശ്രദ്ധിക്കുകയോ ഡോക്ടറുടെ നിർദ്ദേശം തേടുകയോ ചെയ്യുക. കുടംപുളി ലേഹ്യം വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. കുടംപുളി ലേഹ്യം അതിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി
കെമിക്കലുകൾ ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ നാടൻ ലേഹ്യം ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആവശ്യമായ ചേരുവകൾ: കുടംപുളി 150 ഗ്രാം, നെല്ലിക്ക കുരുകളഞ്ഞത് 100 ഗ്രാം, ചെറിയ ഉള്ളി 50 ഗ്രാം, വെളുത്തുള്ളി 50 ഗ്രാം, ഇഞ്ചി 50 ഗ്രാം, അയമോദകം 2 ടീസ്പൂൺ, കുരുമുളക് 2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, ശർക്കര 250 ഗ്രാം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് 3 മുതൽ 4 ടേബിൾ സ്പൂൺ. ശർക്കര ഉപയോഗിക്കുമ്പോൾ പുളിപ്പിനനുസരിച്ച് എത്ര വേണമെന്ന് നോക്കി ചേർക്കാവുന്നതാണ്. തയ്യാറാക്കുന്ന വിധം: ആദ്യമായി കുടംപുളി നന്നായി കഴുകി അല്പം ചൂടുവെള്ളത്തിൽ 2-3 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക. അടുത്ത് വേവിച്ചെടുക്കുക. കുതിർന്ന കുടംപുളി അതേ വെള്ളത്തോടെ പ്രഷർ കുക്കറിലിട്ട് 4 മുതൽ 5 വിസിൽ വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക. അതിനുശേഷം അരച്ചെടുക്കുക. വെന്ത കുടംപുളി തണുത്ത ശേഷം മിക്സിയിലിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. ഇതോടൊപ്പം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, നെല്ലിക്ക എന്നിവയും അല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം. അതിനുശേഷം പൊടിക്കുക. കുരുമുളക്, അയമോദകം, ജീരകം എന്നിവ ചെറുതായി വറുത്ത് പൊടിച്ച് മാറ്റിവയ്ക്കുക. അടുത്തതായി ശർക്കര പാനി തയ്യാറാക്കുക. ശർക്കര അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുക്കുക. അടുത്തതായി ലേഹ്യം കാച്ചുക. അടിവണ്ണമുള്ള ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഉരുളിയിൽ വെളിച്ചെണ്ണയോ നെയ്യോ ചൂടാക്കുക. ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന കുടംപുളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. അടുത്തതായി ശർക്കരപ്പാനി ചേർക്കുക. ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി ഇളക്കുക. മിശ്രിതം കട്ടിയായി പാത്രത്തിൽ നിന്നും വിട്ടുപോരുന്ന പരുവമാകുന്നതുവരെ ചെറുതീയിൽ തുടർച്ചയായി ഇളക്കണം. അതിനുശേഷം പൊടികൾ ചേർക്കുക. ലേഹ്യ പരുവമാകുമ്പോൾ പൊടിച്ചു വച്ചിരിക്കുന്ന കുരുമുളക്, അയമോദകം, ജീരകം എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് വാങ്ങുക. തണുത്ത ശേഷം ഇത് ഈർപ്പമില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലോ ഭരണിയിലോ ആക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി: ദിവസവും രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം 1 ടീസ്പൂൺ വീതം കഴിക്കുക. പ്രസവാനന്തരം വയർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും ഇത് ഏറെ ഫലപ്രദമാണ്. പരീക്ഷിച്ച് നോക്കുക.